ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിൽ നന്ദന വീണ്ടും ഒന്നും കൂടി മാരേജ് പോലെ നടത്തിയത് ഗുരുവായൂർ കഴിഞ്ഞ ദിവസമായിരുന്നു. അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയും ഒന്നും വിളിച്ച് പറയുക പോലും ചെയ്തില്ല. അവർ നിങ്ങൾ ഒളിച്ചോടി വന്നത് അതൊക്കെ ശരിയായി, എന്നിരുന്നാൽ പോലും നിങ്ങളുടെ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു അച്ഛനും അമ്മയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര വിഷമിച്ച് താൻ ഇത്രയും വർഷം വളർത്തിയ കാര്യങ്ങളോ അതിനെക്കുറിച്ചെല്ലാം ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം സഹോദരി പൊന്നൂസ് വന്നിട്ടൊരു വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ആ വീഡിയോസിനും കുറേയധികം ഈ ഒരു നന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു രണ്ട് പേരും, അതായത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ സഹോദരിയും ഈ ഒരു വീഡിയോ ഇട്ടിങ്ങനെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് അതിൻ്റെ താഴെ വന്ന കമൻസും കാര്യങ്ങളൊക്കെ നന്ദനയ്ക്കെതിരെയായത്. കാരണം നന്ദന ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അങ്ങനെ ഇങ്ങനെ, കാരണം ഒന്ന് വിളിക്കുക പോലും ചെയ്യാഞ്ഞത് എന്താണൊക്കെ എന്ന് ചോദിച്ചിട്ട് നന്ദനയ്ക്കെതിരെ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള കമൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് വരുമായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊന്നൂസ് പറയുന്നുണ്ടായിരുന്നു ഈ മേക്കപ്പിനെ കുറിച്ച്, ഇപ്പം കല്യാണത്തിന് ഇപ്പം വന്ന മേക്കപ്പ് അത്രയൊന്നും ശരിയായിട്ടില്ലെന്ന് കുറേയധികം കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും പറഞ്ഞു, ഞാൻ നിശ്ചയത്തിന് അവൾക്ക് നല്ല രീതിയിൽ ഒരുക്കിയ സമയത്ത് അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് മേക്കപ്പ് ഇട്ടേക്കുന്നത്, ഒരു ഒട്ടും കൊള്ളാത്ത രീതിയിലാണ് എന്നാണ് പൊന്നൂസ് ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. സോ എന്നിരുന്നാലും ഇവരെ ഈ മൂന്ന് പേര്, ഈ ഒരു ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇതെപ്പം തീരുമെന്ന് അറിയാനേ പറ്റുന്നില്ല.